ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോബി ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ ചിക്കനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ തീർച്ചയായിട്ടും അതിന് പകരം തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1/2 കിലോ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. കുറേ സമയം വേവിച്ചെടുക്കൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മതി കേട്ടോ. കൂടുതൽ വെന്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. 2 മിനിറ്റ് ഇതുപോലെ നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അതിലൊരു വെള്ളമൊക്കെ നല്ലോണം ഒന്ന് പോയി കിട്ടട്ടെ കേട്ടോ. അതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി ഇതിലേക്കുള്ള ആ ഒരു മസാലക്കൂട്ട് റെഡിയാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത നൈസ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു 65 മസാല ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുൻപൊരു റെസിപ്പിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷർമെൻറ്റ് ഇതവിടെ ഞാൻ സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു 65 മസാല പൊടിച്ചത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ഒക്കെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരു ഇത്തിരി ജീരകപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു പൊടിയിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും ഒരു ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് ഒരു 1 ടീസ്പൂണും കൂടെ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ മിക്സ് നമുക്ക് ഈ ഒരു പൊടിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ. അപ്പം അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോഴാണ് നമുക്ക് കോളിഫ്ലവർ ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മൈദയും കാര്യങ്ങളൊക്കെ കൂടുതൽ എടുത്തുള്ളൂ. അപ്പോൾ പാകത്തിനുള്ള ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ എന്തായാലും വേണ്ടി വരും കേട്ടോ. നോക്കിയിട്ട് ഒരു ഇത്തിരി കൂടെ വേണ്ടി വരും. അത് നോക്കിയിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവർ ഇതിലേക്ക് മുഴുവനായിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മിക്സ് ആക്കി എടുത്ത് ലാസ്റ്റ് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഓരോ കോളിഫ്ലവറിലും നന്നായിട്ട് മസാല ഇങ്ങനെ പിടിച്ചിരിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കി വരുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലവർ വേറെ ഒരു ഇതിലായി കിടക്കും, അതായത് ഒരു കോട്ടിങ് ഇല്ലാത്ത പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈദയും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനൊരു അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഒരു 2 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ ചെറിയൊരു വേവായിട്ടുണ്ടാകും. ബാക്കി ഈ ഒരു ഓയിൽ കിടന്നങ്ങ് ഫ്രൈ ആയി വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പം ഒരു സൈഡ് ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ നല്ല ഒരു കോട്ടിങ് കൊടുത്തതുകൊണ്ട് തന്നെ കണ്ടില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗവും ഫ്രൈ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്ത് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള കോളിഫ്ലവറും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു 10-12 ചെറിയുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 4-5 വറ്റൽമുളക്, ഇത്രയും കാര്യങ്ങൾ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പുളിവെള്ളം, നമ്മുടെ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ചെറിയൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം മാറ്റിയിട്ട് 2-3 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്കമുളകൊക്കെ ഉണ്ട്, അപ്പോൾ സ്പൈസ് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് കുറച്ച് സോസൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പം ഏതിലായാലും കുഴപ്പമില്ല. രണ്ടുകൂടെയുള്ളൊരു മിക്സാണ് സംഭവം. പുളിയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും കേട്ടോ. ഒരു എണ്ണയിൽ കിടന്നത് എല്ലാം കൂടെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഫുഡ് കളറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, ഫോട്ടോ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ആ ഒരു മുളക് പൊടിയും കൂടി ഇതിൽ നല്ലോണം അങ്ങ് മൂത്ത് വരുന്ന സമയത്ത് തീ ചെറുതായിട്ടൊന്ന് അങ്ങ് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുന്നത്.
ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ചൊരു സോയ സോസും, പിന്നെ നല്ലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സോസിൻ്റെ സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല, നാടൻ രുചിയിൽ മതി എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഈ ഒരു മസാല വറുത്തെടുത്ത് അതിലേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷേ ഇതും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന കോളിഫ്ലവർ അല്ലേ, അതിലേക്ക് ഈ ഒരു എരിവും പുളിയും ഒക്കെ ഉള്ള ആ ഒരു മസാലക്കൂട്ട്. പിന്നെ ഇതൊരു ഗ്രേവി രീതിയിലല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്, സംഭവം ഡ്രൈ ആയിട്ട് തന്നെയാണ്. പക്ഷെ അതിന് നല്ലൊരു മായവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇടുക, അല്ലെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ വേണമെന്നുള്ളവർക്ക് അതിടൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല ക്രിസ്പി ആയിട്ട് എന്നാൽ ചെറിയൊരു സോസി ടേസ്റ്റിലും കൂടെ വരുന്നൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. ചിക്കനൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ എന്തായാലും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ, ഒരു ഡൗട്ടും വേണ്ട, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതേ രീതിയിൽ ഏകദേശം ഒരു ചിക്കൻ ഫ്രൈ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒരു പൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്